നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ സീറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഇതേത് വാഹനമാണ് എന്നുള്ള കാര്യം? തീർച്ചയായിട്ടും പറയാൻ പറ്റേണ്ടതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു വാഹനത്തിലും ഇങ്ങനെ നീണ്ടു നിവർന്ന് പരന്നു കിടക്കുന്ന സീറ്റില്ല. അതെ, ഇത് അംബാസഡറാണ്. 1957 തൊട്ട് 2014 വരെ ഇന്ത്യൻ റോഡുകളിലെ ആധിപത്യം സ്ഥാപിച്ച ആ മോഡലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഈ വാഹനത്തിൽ കയറിയിട്ടുണ്ടാവും, എല്ലാവരും ഇതിൽ സഞ്ചരിച്ചിട്ടുണ്ടാകും. എങ്കിൽ പോലും ഇപ്പോഴത്തെ പുതിയ തലമുറ എന്താണ് അംബാസഡറിൻ്റെ ചരിത്രം എന്നറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അംബാസഡറിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈജു നായർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ വെളിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് സംസാരിക്കാം. അംബാസഡറിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ചരിത്രം കൂടിയാണ് എന്നാണ് പറയേണ്ടത്. കാരണം ഒരു കാലത്ത് ഈ വാഹനമല്ലാതെ ഒന്നും തന്നെ ഇന്ത്യൻ റോഡുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ടവരോടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർക്ക് അംബാസഡർ എന്ന് പറയുന്ന അവർ ജനിച്ച് വളർന്ന് വീണ ഒരു വാഹനമായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ 57 തൊട്ട് ഏകദേശം 2000 എന്ന് പറയുന്നത് 2014 അംബാസഡറിൻ്റെ നിർമ്മാണം നിലച്ചതെങ്കിലും ആ കാലമായപ്പോഴേക്കും മാരുതി പോലുള്ള കമ്പനികളൊക്കെ വന്ന് ഇദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം അങ്ങ് തകർത്ത് കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 2000 വരെയായിരുന്നു ഇന്ത്യൻ വാഹന വിപണിയെ അംബാസഡർ നിയന്ത്രിച്ചിരുന്നതെന്നാണ് പറയേണ്ടത്. എന്തായിരുന്നു അംബാസഡർ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇത് മാത്രമായിരുന്നൊരു കാലം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും അധികം കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഒരേ ഒരു വാഹനമായിരുന്നു എന്നാണ് പറയേണ്ടത്. അല്ലാതെ ചില വാഹനങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ മറക്കുന്നില്ല. അത് പ്രീമിയർ പത്മിനിയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഗസലൊക്കെ പോലുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും ഒരു വീട്ടിലെ ഉപയോഗത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. അതിനുവേണ്ടി എപ്പോഴും അംബാസഡർ തന്നെ വേണമായിരുന്നു. CK ബിർള ഗ്രൂപ്പാണ് അംബാസഡറിൻ്റെ നിർമ്മാതാക്കൾ. അവർ വാഹന നിർമ്മാണ രംഗത്ത് അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്ന കമ്പനിയല്ല. പക്ഷേ ഇന്ത്യയിൽ വലിയ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നുകൊണ്ട് തന്നെ അവർ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. ഈ വാഹനം നിർമ്മിക്കപ്പെട്ടത് 1950-കൾ തൊട്ടുണ്ട്. എങ്കിൽ പോലും ആ കാലത്ത് നിർമ്മിക്കപ്പെട്ടിരുന്നത് അംബാസഡർ എന്നുള്ള പേരിലല്ല, ഹിന്ദുസ്ഥാൻ 14, ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ തുടങ്ങിയ പേരുകളിലൊക്കെയായിരുന്നു ആദ്യകാലത്ത് അംബാസഡർ വന്നിരുന്നത്. ഇത് ശരിക്കും ബ്രിട്ടീഷ് വാഹനമാണ്. ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ മോറിസ് ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വാഹനം നിർമ്മിച്ചിരുന്നത്. അവരുടെ മാർക്ക് 1, മാർക്ക് 2 തുടങ്ങിയ 2 മോഡലുകളാണ് ആദ്യകാലത്ത് CK ബിർള വാങ്ങിച്ച് ഇവിടെ 14 അതുപോലെ തന്നെ ലാൻഡ് മാസ്റ്റർ എന്നുള്ള പേരുകളിൽ വിറ്റത്. പക്ഷേ 1957 മാർക്ക് 3, മോറിസ് ഓക്സ്ഫോർഡിൻ്റെ മാർക്ക് 3 ഇവിടെ കൊണ്ടുവന്ന് അംബാസഡർ എന്ന പേരിട്ടോടുകൂടിയാണ് ഇത് വലിയ ഹിറ്റായിട്ട് മാറിയത്. ഹിറ്റെന്ന് വെച്ചാൽ വമ്പൻ ഹിറ്റ്. ആകെ ഈ 2014 ഈ വാഹനം നിർത്തുമ്പോഴേക്കും 18 ലക്ഷം അംബാസഡറുകൾ ഇന്ത്യൻ നിരത്തുകൾ ഓടിത്തുടങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ആ കാലത്ത് ഇന്ത്യ അങ്ങനെ വലിയൊരു സാമ്പത്തിക ശക്തിയൊന്നും അല്ലാത്ത കാലത്ത് പോലും ഇന്ത്യക്കാർ 18 ലക്ഷം അംബാസഡറുകൾ വാങ്ങിക്കൂട്ടി എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട, നമ്മളൊക്കെ മൂട്ടക്കാർ എന്നൊക്കെ വിളിക്കാറുള്ള മോറിസ് മൈനർ ഡിസൈൻ ചെയ്ത അലക് ഇസിഗോനിസ് എന്ന് പറയുന്ന ആളാണ് ഈ വാഹനവും ഡിസൈൻ ചെയ്തത്. ഏറ്റവും വലിയ പ്രത്യേകത 57 തൊട്ട് 2014 ഇതിൻ്റെ നിർമ്മാണം അവസാനിക്കുന്നവരെ ഒരു മാറ്റവും ഈ മോഡലിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ്. മാറ്റം വന്നതെല്ലാം ഗ്രില്ലിലാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഗ്രില്ല്, പിന്നെ ഇൻറ്റീരിയർ, ഡാഷ്ബോർഡിലെ ചെറിയ മാറ്റങ്ങളെന്നൊക്കെ അല്ലാതെ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും ഇതിൽ വരുത്താൻ ഒരിക്കലും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് തയ്യാറായില്ല. അതിന് കാരണം വെച്ചാൽ മോണോപോളി, അതുകൊണ്ട് തന്നെയാണ്, വേറെ ഒന്നും ഇല്ലല്ലോ. ഓരോ തവണയും ഗ്രില്ല് മാറ്റി മാർക്ക് 1, മാർക്ക് 2 എന്നുള്ള പേരിലേക്ക് വരുമെന്നല്ലാതെ ഒരു മാറ്റവും കാര്യമായ രീതിയിൽ നമ്മളൊന്നും കണ്ടിട്ടില്ല. എന്തായാലും അതുപോലും വലിയ മാറ്റമായിരുന്നു. ഞാൻ ഒരിക്കലൊരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് കോട്ടയത്ത്, എൻ്റെ വീട് കോട്ടയത്ത് നിന്നും 11 കിലോമീറ്റർ ദൂരെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അംബാസഡറിൻ്റെ മാർക്ക് 4 കോട്ടയത്ത് ടൗണിൽ ആരോ വാങ്ങിച്ചു എന്ന് കേട്ടിട്ട് അത് കാണാൻ വേണ്ടി ബസ്സും കയറി വന്ന ഒരു ഓർമ്മയൊക്കെ എനിക്കുണ്ട്. വന്നപ്പോൾ എന്താണ് മാറ്റം? ഗ്രില്ലിൽ ചെറിയ മാറ്റം, ഇത്രേ ഉള്ളൂ. എങ്കിൽ പോലും അതൊക്കെ അന്ന് വലിയ മാറ്റമായിരുന്നു. കാരണം മറ്റ് ഒരു വാഹനവും ഇല്ലാത്തൊരു കാലവുമായിരുന്നു. വേറൊരു കാര്യം, ഇതിൻ്റെ അകത്ത് 25 പേരെ കയറ്റുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഓർമ്മയുള്ള മറ്റൊരു കാര്യം. അതാണ് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ്, അദ്ദേഹം കുവൈറ്റിലായിരുന്നു ആ കാലത്ത്. അപ്പം അന്ന് എറണാകുളത്ത് എയർപോർട്ട് ഇൻ്റർനാഷണൽ ഒന്നും അല്ലാത്തതുകൊണ്ട് തിരുവനന്തപുരത്താണ് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ കോട്ടയത്ത് നിന്ന് ആഘോഷമായിട്ട് ചിറ്റപ്പനെ കൊണ്ട് ഒരു പോക്കുണ്ട്. അന്ന് കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിച്ച് കയറ്റും. ചിറ്റപ്പൻ അവസാനം ഇരിക്കാൻ ഇത്തിരി സ്ഥലം ഉണ്ടാവുള്ളൂ. ആ രീതിയിലാണ് ആൾക്കാർ പോകുന്നത്. അത്രയധികം ആൾക്കാർ കയറുമായിരുന്നു. പിന്നെ ലോകത്തിൽ ഫ്രിഡ്ജ് കയറ്റാവുന്ന ഒരേ ഒരു വാഹനവും ഇത് തന്നെയായിരിക്കും. ഇതിൻ്റെ പിൻഭാഗത്തെ ബൂട്ടിൽ
ബൂട്ട് ഇങ്ങനെ തുറന്നു വെച്ചാൽ അതിനകത്ത് ഫ്രിഡ്ജ് കയറ്റി വെച്ചുകൊണ്ട് പോകാം. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തന്നെ ആയിരിക്കാം ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനമായിട്ട് ദീർഘകാലം ഈ വാഹനം നിലനിൽക്കാൻ കാരണം. അപ്പോൾ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് 57 തൊട്ട് 2014 വരെയുള്ള ജീവിതത്തിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ പല അവതാരങ്ങൾ നമ്മൾ കണ്ടു. മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, മാർക്ക് 4. അതുകൊണ്ട് മാർക്ക് സീരീസ് അവസാനിച്ചു. അതിനുശേഷം നോവ എന്ന മോഡൽ വന്നു. പിന്നെ ക്ലാസിക് വന്നു. ആ ക്ലാസിക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാം. അതിനുശേഷം ഗ്രാൻഡ് വന്നു. അതിനുശേഷം നോവ വന്നു. നോവയ്ക്ക് ശേഷം എൻകോർ എന്ന് പറയുന്നൊരു മോഡൽ കൂടി വന്നു. എൻകോർ ആയിരുന്നു അവസാനം വന്നത്. പക്ഷേ ഈ എൻകോറൊക്കെ വന്നപ്പോഴേക്കും ഈ ജാപ്പനീസ് കമ്പനികൾ ഇന്ത്യയിൽ വിളയാട്ടം ആരംഭിച്ചതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കാതെ പോയി എന്നാണ് പറയേണ്ടത്. 2014 ആ വർഷം വെറും 2012 യൂണിറ്റുകൾ വിറ്റ് ഈ വാഹനത്തിൻ്റെ നിർമ്മാണം കമ്പനി അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. വേണമെങ്കിൽ വീണ്ടും കുറേ കാലം കൂടി ഓടുമായിരുന്നു ഇതിൽ ആധുനികമായ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ ഒരിക്കലും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അങ്ങനത്തെ ഒരു കാര്യവും ചെയ്തില്ല എന്ന് തന്നെയുമല്ല. അതിനുശേഷം അവർ മിത്സുബിഷിയുടെ ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുകയും മിത്സുബിഷിയും കൂടെ കൊണ്ടുപോയി കൊല്ലുകയും ചെയ്തു എന്നാണ് പറയേണ്ടത്. കാരണം മിത്സുബിഷിയുടെ നിർമ്മാണവും വിപണനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഏറ്റെടുക്കുകയും സ്വന്തം വാഹനം പോലും വിൽക്കാൻ കഴിയാതിരുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആ ഒരു ബ്രാൻഡിനെ കൂടി ഇന്ത്യയിൽ കൊണ്ടുവന്ന് കൊല്ലുകയും ചെയ്തു എന്നാണ് പറയേണ്ടത്. എന്തായാലും ഇപ്പോൾ അടുത്ത കാലത്ത് PSA എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ സിട്രൺ അതുപോലെ ഫിയറ്റ് അത്തരം ബ്രാൻഡുകളുടെ എല്ലാ ഉടമകളായ PSA അംബാസഡറിൻ്റെ പേര് ഇങ്ങ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിട്രൺ വരുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് സിട്രണിൻ്റെ അന്നത്തെ MD ആയ സായിപ്പ് നമ്മളെ കാണാൻ വേണ്ടി, ഇവിടെയുള്ള ഓട്ടോമൊബൈലുകാരെയൊക്കെ കാണാൻ വേണ്ടി എറണാകുളത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വാങ്ങിച്ചു, അംബാസഡർ എന്നുള്ള പേര് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഈ വണ്ടി തിരിച്ചു വരുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും നോട്ട് ഇൻ ദിസ് ഷേപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഈ ഒരു പേരിൽ, അംബാസഡർ എന്നുള്ള പേരിൽ സിട്രണിൻ്റെ ഒരു മോഡൽ വന്നേക്കാം, പക്ഷേ ഒരിക്കലും ഈ വാഹനവുമായിട്ട് പുലബന്ധം പോലും ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ ഇലക്ട്രിക് ആയിട്ടായിരിക്കും വരാൻ പോകുന്നതെന്നൊരു ചെറിയ സൂചനയൊന്നും അദ്ദേഹം തന്നിരുന്നു. എന്നാൽ ഈ പേരിന് വേണ്ടി മാത്രം, അംബാസഡർ എന്നുള്ള ഈ ഒരു പേരിന് വേണ്ടി മാത്രം 80 കോടി രൂപയാണ് PSA ഗ്രൂപ്പ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ഉടമകളായ CK ബിർള ഗ്രൂപ്പിന് കൊടുത്തത് എന്നും അറിയാൻ കഴിഞ്ഞു. അങ്ങനെ എന്താ പറയുക, നിന്ന് പോയെങ്കിൽ പോലും ഈ ഒരു പേരിന് 80 കോടി രൂപ വിലയുണ്ടെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. ബൈജു എന്നാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ബൈജു എന്നാർ എന്നുള്ള പേരിന് 1 കോടി രൂപ പോലും വിലയുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അംബാസഡറിന് 80 കോടി രൂപ ഈ ഒരു പേരിന് വേണ്ടി മാത്രം ലഭിച്ചതെന്നുകൂടി മനസ്സിലാക്കുക. ഇന്ത്യക്കാർക്ക് അംബാസഡറിനെ ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ വലിയ കുടുംബങ്ങളാണ്. അപ്പോൾ വലിയ കുടുംബങ്ങൾക്ക് ഒരുമിച്ച് സഞ്ചരിക്കാൻ പറ്റുന്നൊരു വാഹനം എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ ഒരു റഗഡ് വാഹനമാണ്. അതായത് നിങ്ങൾ എങ്ങനെ ഓടിച്ചുകൊണ്ട് നടന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സ്ഥിരമായിട്ട് ബോഡിയുടെ തുരുമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെക്കാനിക്കലി വലിയ പ്രശ്നമില്ലാതെ പോയി. മൂന്നാമത്തെ കാര്യം, എവിടെയും നന്നാക്കാമായിരുന്നു എന്നുള്ളതാണ്. ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കി തരും. പാർട്സ് കിട്ടാൻ വളരെ എളുപ്പമാണ്. അത്തരം കാര്യങ്ങൾ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴുമൊക്കെ ബോംബെയിലൊക്കെ ചെന്നാൽ കാണാം ഈ വാഹനം ടാക്സി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്ലാറ്റ്ഫോം അടക്കം എല്ലാം ദ്രവിച്ച് തുരുമ്പ് പിടിച്ച് വേണമെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതേപടി റോഡിൽ ഇരുന്ന് പോകുമോ എന്ന് പോലും തോന്നിയേക്കാം. എങ്കിൽ പോലും ഓടിക്കൊണ്ടിരിക്കും എത്ര കാലം വേണമെങ്കിലും എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. പക്ഷേ CK ബിർള ഗ്രൂപ്പ്, അതായത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് ഉടമകളായ CK ബിർള ഗ്രൂപ്പ് സത്യത്തിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളൊരു വാഹനം വാങ്ങിക്കുന്നതിരിക്കട്ടെ, ഞാൻ പുതിയ തലമുറയിലെ കുട്ടികൾക്കാണ് കേട്ടോ പറഞ്ഞിരുന്നത്. ഇപ്പം നിങ്ങളൊരു കിയ സോണറ്റ് വാങ്ങിച്ചെന്നിരിക്കട്ടെ, നിങ്ങളതിൽ ഒന്നും ചെയ്യേണ്ട, ഓടിച്ചുകൊണ്ടൊക്കെ നടന്നാൽ മതി. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അംബാസഡർ വാങ്ങിച്ചാൽ അംബാസഡർ വരുന്നൊരു ബേസിക് വാഹനമായിട്ട് ഇങ്ങ് വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം, അതായത് വെൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്പോട്ട് വെൽഡ് ചെയ്തിങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നു, എന്നിട്ട് കൃത്യമായ രീതിയിൽ എല്ലാ ജോയിൻസും വെൽഡ് ചെയ്യുന്നു. അതുപോലെ വയറിംഗ് എന്നൊക്കെ പറയുന്ന വെറുതെ അങ്ങ് കുറേ വയറിട്ടിങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. വന്നിട്ട് നമ്മൾ വയറിംഗ് മുഴുവൻ മാറ്റേണ്ടി വരുന്നു. പിന്നെ ഗ്ലോ ബോക്സിൻ്റെയൊക്കെ ഭാഗത്ത് തുറന്നു കഴിഞ്ഞാൽ അകത്തൊരു കാർഡ്ബോർഡ് പെട്ടിയാണ്, അത് മാറ്റി അതിനകത്ത് തകിടടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്ങും കഴിഞ്ഞാണ് നമ്മളുടെ പുതിയ വണ്ടി ഓടിച്ചു തുടങ്ങേണ്ടത്. അതായത് ഈ വാഹനം 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാതിരിക്കട്ടെ, തിരിച്ച് നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം 25,000 രൂപ മുടക്കി 1,4 ലക്ഷം രൂപയാക്കി വേണം വെളിയിൽ ഇറക്കാനെന്നാണ് പറഞ്ഞു വരുന്നത്. അതൊക്കെ വലിയൊരു പറ്റിക്കലിൻ്റെ ഭാഗമായിരുന്നു. കാരണം നമുക്ക് മറ്റ് മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അതെല്ലാം നമ്മൾ സഹിച്ചു. കാരണം ഈ പറഞ്ഞതിന് മറ്റു മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ഇതെല്ലാം കഴിഞ്ഞ് ഇറക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നല്ല സുന്ദരനായിട്ട് അങ്ങ് ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു എത്ര വർഷം വേണമെങ്കിലും. എന്തായാലും ഞാനീ പറഞ്ഞ പോലെ ഈ വാഹനത്തിന് ഗ്രില്ലിലാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. കാര്യമായ മാറ്റങ്ങളൊന്നും വേറെ സംഭവിച്ചില്ല എന്നുള്ളൊരു സത്യസന്ധമായ കാര്യമാണ്. ഏതായാലും ഈ കാണുന്ന ഗ്രില്ല് ക്ലാസിക്കിൻ്റെ ഗ്രില്ലാണ്. ക്ലാസിക് എത്തിയപ്പോഴേക്കും ഇതിൽ ചില എൻജിൻ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. ആദ്യകാലത്ത് പെട്രോൾ എഞ്ചിൻ മാത്രമായിരുന്നെങ്കിൽ പിന്നീട് ഡീസൽ എഞ്ചിൻ വന്നു. ആ ഡീസൽ എഞ്ചിനിൽ തന്നെ ഇസുസുവിൻ്റെ എഞ്ചിൻ വന്നൊരു മോഡലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസുവിൻ്റെ എഞ്ചിന് 2
പവർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ടർബോയും ഉണ്ടായിരുന്നു, മറ്റൊന്നൊരു നോർമൽ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു. ഉള്ളത് ടർബോ എഞ്ചിനല്ല, നോർമൽ എഞ്ചിനാണ്. തന്നെയല്ല, വളരെ കാലം നമ്മൾ നെഞ്ചോട് ചേർത്താണ് ഇതിൻ്റെ ഗിയർ മാറിയിരുന്നതെന്നുള്ള മറ്റൊരു കാര്യം. എനിക്കിപ്പോഴത് കൊതി വരുന്നുണ്ട് അത് ഓടിക്കാൻ. കാരണം ഞാനൊക്കെ ഓടിച്ചു വളർന്ന പ്രീമിയർ പത്മിനിയിൽ അങ്ങനെയുള്ള ഹാൻഡ് ഗിയർ ആയിരുന്നു. പക്ഷേ ഇത് ഫ്ലോർ ഗിയറാണ്. ഫ്ലോർ ഗിയറൊക്കെ വളരെ വൈകിയാണ് അംബാസഡറിൽ വന്നത്. അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം ഈ ഹാൻഡ് ഗിയർ ഉള്ള സമയത്ത് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് 5 പേർക്ക് വേണമെങ്കിൽ ഇടിച്ച് മുൻഭാഗത്തിരിക്കാമായിരുന്നു. ഫ്ലോർ ഗിയർ വന്നപ്പോൾ കാലിനിടയ്ക്കായി പോകും, ഒരാളുടെ കാലിനിടയ്ക്കായി പോകും ഗിയർ എന്നുള്ളത് വേറെ രസകരമായി. അപ്പം ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാലൊന്ന് ഒതുക്കിക്കുക എന്നും പറഞ്ഞാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രൈവർമാരൊക്കെ. അതൊക്കെ ആ കാലത്തെ രസകരമായ അനുഭവങ്ങളാണ്. എന്തായാലും ഇതിൽ ഫ്ലോർ ഗിയർ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൽ വന്നത്. അതിന് ശേഷമാണ് ഗ്രാൻഡ് വന്നത്. ഗ്രാൻഡിന് ശേഷം നോവ എന്നൊരു മോഡൽ വന്നതിൻ്റെ ഒരു ഓർമ്മ ഇപ്പോൾ എനിക്കുള്ള എന്താണെന്ന് വെച്ചാൽ, നോവ വാങ്ങിച്ച ഓണേഴ്സ് എല്ലാം കൂടി കോട്ടയം നഗരത്തിൽ ഇത് ലോറിയുടെ മുകളിൽ കയറ്റി ഇതിന് റീത്തൊക്കെ വെച്ച് പര്യടനം നടത്തി. കാരണം വെച്ചാൽ നോവ എന്നും പ്രശ്നമുള്ളൊരു മോഡലായിരുന്നു. അപ്പോൾ നോവയുടെ പ്രശ്നങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് അന്ന് പുതുതായിട്ട് നോവ വാങ്ങിച്ച ഓണേഴ്സ് എല്ലാം കൂടി കോട്ടയം നഗരത്തിൽ ശവപ്പെട്ടിക്കകത്ത് ഇത് വെച്ചിട്ട് റീത്തൊക്കെ വെച്ച് പ്രദർശനം നടത്തി. അന്ന് വലിയ വാർത്തയായിരുന്നു. എന്തായാലും നോവയൊന്നും അധികാലം ഓടിയില്ല. അപ്പോഴത്തേക്കും തന്നെ ഇന്ത്യയിലെ ഞാൻ ഈ പറഞ്ഞ പോലെ ജാപ്പനീസ് വാഹനങ്ങളൊക്കെ വന്ന് ആകെ കളം മാറുകയും അംബാസഡർ വിസ്മൃതിയിലാവുകയാണ് ഉണ്ടായത്. ഏറ്റവും അവസാനം വന്ന എൻകോർ എന്ന് പറയുന്ന മോഡലൊന്നും ചിലർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം അപ്പോഴത്തേക്കും തീരെ അപ്രസക്തമായി പോയി അംബാസഡറിൻ്റെ ഇന്ത്യയിലെ ജീവിതം. അങ്ങനെയാണ് പറയേണ്ടത്. എന്തായാലും ഇനി നമുക്ക് ഈ ക്ലാസിക് എന്ന് പറയുന്ന ഈ മോഡലിൽ അടുത്ത് കാണാം. അതുപോലെ എൻജിൻ ഓപ്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ വാഹനം നിർമ്മിക്കപ്പെട്ട കാലം തൊട്ട് അവസാന കാലം വരെ ഇതിൻ്റെ ഷേപ്പിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളല്ലാതെ ഒന്നും വന്നിട്ടില്ല എന്നുള്ളത്. ഏതായാലും ഈ വാഹനം എന്ന് പറയുന്നത് പൂർണ്ണമായും സ്റ്റോക്കാണ് എന്നാണ് പറയുന്നത്. ആകെ ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ, അതുപോലെ താഴെ കാണുന്ന ഇൻഡിക്കേറ്റർ തുടങ്ങിയതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് റൗണ്ടാണ് ക്ലാസിക്കിൽ വന്നിരുന്നെങ്കിൽ ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ ഒരു എക്സ്ട്രാ മ്യൂസിക് സിസ്റ്റം ഘടിപ്പിച്ച് തുടങ്ങിയ കാര്യങ്ങളല്ലാതെ സീറ്റും ഇതിൻ്റെ താഴത്തെ ഫ്ലോർ മാറ്റ് പോലും ഒറിജിനലാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ആദ്യമായിട്ട് വാങ്ങിച്ചത് OEN കണക്റ്റേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട വാഹന ഭാഗങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനി കേരളത്തിലുണ്ട്. അതിൻ്റെ ഉടമയായ പമേല മാഡമായിരുന്നു എന്നാണ് ഇതിൻ്റെ ബുക്കിൽ കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ ബേസിൽ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിലാണുള്ളത്. ബേസിലും ഇത് അതേപടി കൊണ്ടു നടക്കുകയാണ്, യാതൊരു മാറ്റവും വരുത്താതെ. എങ്കിൽ പോലും നിങ്ങൾക്ക് കാണാം പലപ്പോഴും ഈ വാഹനത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് പറഞ്ഞിരുന്ന ചെറിയ തുരുമ്പ്, എവിടെയൊക്കെ ചെറിയ തുരുമ്പൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം പാച്ച് വർക്ക് നമ്മൾ വിളിച്ചിരുന്ന സംഭവങ്ങളൊക്കെയാണ് എപ്പോഴും ഈ വാഹനത്തിന് വേണ്ടി വരുന്നത്. അതൊക്കെ എല്ലാ കാലത്തും അംബാസഡറിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാഹനങ്ങളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പാച്ച് വർക്ക് കണ്ടിട്ടുണ്ടോ? തുരുമ്പ് പിടിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അന്നത്തെ കാലത്ത് ഇതുമൊക്കെ ഈ പറഞ്ഞ പോലെ ജനങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വിറ്റിരുന്നൊരു കാലത്ത് ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ്. എന്തായാലും ഈ വാഹനം നിങ്ങൾ കാണുന്ന പോലെ ഏറ്റവും നീളമുള്ള വാഹനങ്ങളിൽ ഒന്നായിരുന്നു ആ കാലത്തെ. 2462 മില്ലിമീറ്റർ മറ്റാണ് വീൽ ബേസ്. 4.3 മീറ്ററാണ് ഇതിൻ്റെ നീളം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന സബ് 4 മീറ്റർ വാഹനമൊന്നുമല്ല, നല്ല നീളമുള്ള വാഹനമാണ്. എൻജിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് വന്ന, അതായത് 1957 ഈ വാഹനം ആദ്യമായി വിപണിയിലെത്തിയപ്പോൾ വന്നൊരു 1.5 ലിറ്റർ പെട്രോളിന് ശേഷം 1.5 ലിറ്റർ ഡീസൽ BMC ഡീസൽ എഞ്ചിൻ വന്നു. പിന്നെ 1.8 ലിറ്ററിൻ്റെ ഒരു ഇസുസുവിൻ്റെ ഡീസൽ എഞ്ചിൻ മോഡൽ കൂടി വന്നു. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസിക് എന്ന മോഡലിലുള്ളത്. അതിൽ തന്നെ 2 പവർ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് 50 BSP, മറ്റൊന്ന് 75 BSP. 75 BSP എന്ന് പറയുന്നത് ടർബോ ഡീസൽ എഞ്ചിനായിരുന്നു. അതേ എഞ്ചിൻ തന്നെയാണ് 88 BSP ആക്കിയിട്ട് കോണ്ടസയിൽ പിന്നീട് വന്നത്. അതായത് ആ പവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് കോണ്ടസയിൽ ഫിറ്റ് ചെയ്തത്. ഇത് പക്ഷേ 50 BSP ആണ്. 50 BSP അതുപോലെ തന്നെ ഫ്ലോർ ഗിയർ ഉള്ള മോഡലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല ഷേപ്പുള്ളൊരു വാഹനമാണ്. അതായത് ഇങ്ങനെ ഷേപ്പുള്ളൊരു വാഹനം കണ്ടു കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അംബാസഡറിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഇതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ കുറേ മോഡിഫൈ ചെയ്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആകെ നശിച്ച അവസ്ഥയിലായിരിക്കും. ഇതുപോലെ ഷേപ്പിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. അതുപോലെ ഈ കാണുന്ന സംഭവം ഇതിൻ്റെ ടെയിൽ ഫിൻ എന്നാണ് വിളിക്കുന്നത്. ഈ ടെയിൽ ഫിൻ എന്നൊക്കെ പറയുന്ന ആദ്യം വന്ന ലാൻഡ് മാസ്റ്റർ തൊട്ട് അവസാനം ഇറങ്ങിപ്പോയ എൻകോർ വരെയുള്ള എല്ലാ അംബാസഡറുകളും ഉണ്ടായിരുന്നു. ഇത് കുറേ കൂടി വലിയ രീതിയിലാണ് പ്ലിമത്ത് പോലുള്ള വാഹനങ്ങൾ കാണുന്നതെങ്കിൽ ഇതിൽ എപ്പോഴും ഈ ഒരു ടെയിൽ ഫിൻ എന്ന് പറയുന്ന രസകരമായിട്ട് ഇങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ ടെയിൽ ലാമ്പ് പോലുള്ള കാര്യങ്ങൾ പോലും ഒരു കാലത്തും മാറ്റം സംഭവിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ബൂട്ടെന്ന് പറയുന്നത് നമുക്ക് തുറന്ന് കാണാം. അത് ഫ്രിഡ്ജ് വെക്കാവുന്ന രീതിയിൽ വലുതായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഈ എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും 10-25 പെട്ടിയും വെച്ച് അതിൻ്റെ കൂടെ കുട്ടികളെ എല്ലാം കയറ്റിക്കൊണ്ടായിരുന്നു ബൂട്ടിൽ വെച്ചുകൊണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത്രയധികം സ്പേസ് ഉണ്ടായിരുന്നു ഈ വാഹനത്തിൻ്റെ ബൂട്ടിനുള്ളിൽ. എന്തായാലും മുൻഭാഗത്ത് തന്നെ ആരംഭിക്കാം. എൻ്റെ കൃത്യമായ ഡിസൈനൊന്നും പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും അന്നും ഇന്നും ഒരു വെറൈറ്റി ഡിസൈൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരിക്കലും നമുക്ക്
എന്താ പറയുക കണ്ട് മടുക്കാത്ത രൂപം എന്ന് തന്നെയാണ് അംബാസഡറിനെ വിളിക്കേണ്ടത്. മറ്റൊരു കാര്യം, പല റെക്കോർഡുകൾ ഈ വാഹനത്തിൻ്റെ പേരിൽ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തമാശയായിട്ട് തോന്നാമെങ്കിലും ഇതിലെ ആദ്യത്തെ ഡീസൽ കാറാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം. ഇതല്ല, ഇതിനു മുമ്പുള്ള 1.5 ലിറ്റർ ഡീസൽ. മറ്റൊരു കാര്യം, ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ കാറായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് എന്താ പറയുക 100 കിലോമീറ്റർ വേഗത എടുക്കാൻ 1000 സെക്കൻഡൊക്കെ വേണ്ടി വരുമായിരിക്കും. എങ്കിൽ പോലും അന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ കാറായിരുന്നു. പിന്നെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടാക്സി എന്നുള്ള പേര് നമ്മുടെ ജെറമി ക്ലാർസനൊക്കെ, ടോപ്പ് ഗിയറൊക്കെ ചെയ്യുന്ന ജെറമി ക്ലാർസനൊക്കെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ പല ടാക്സി കാറുകൾ ഓടിച്ച് നോക്കിയിട്ട് ലോകത്തിലെ ഏറ്റവും ടാക്സി ആക്കാൻ പറ്റിയ വാഹനം എന്നുള്ള ആ ഒരു ബഹുമതി ഇദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുൻഭാഗം അടുത്ത് കാണുകയാണെങ്കിൽ ഈ കാണുന്നത് ഒരു സ്റ്റീൽ ബമ്പറാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്റ്റീൽ ബമ്പർ ഒന്നും പറ്റില്ല. കാരണം ഇപ്പോൾ പെഡസ്ട്രിയൻ സേഫ്റ്റി എന്ന് പറയുന്ന എല്ലാ വാഹനങ്ങളിലും വന്നുകൊണ്ട് തന്നെ സ്റ്റീൽ ബമ്പറൊന്നും ഫിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നിയമം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാ കാലത്തും സ്റ്റീൽ ബമ്പറായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇടയ്ക്ക് എപ്പോഴോ ഫൈബർ വന്നു എന്നൊരു സംശയം ഉണ്ടെങ്കിൽ പോലും കാലാകാലങ്ങളിൽ ഇത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ക്ലാസിക്കിൻ്റെ തനത് ഗ്രില്ല് തന്നെയാണ്. അതിൽ HM എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. ഇതിന് ശേഷം വന്ന ഗ്രില്ലിലാണെന്ന് തോന്നുന്നു. ഇത് കുറച്ച് സ്ക്വയറിഷ് ആയിട്ടുള്ള ഗ്രില്ല് വരികയും HM എന്നുള്ള ബാഡ്ജിങ് നടുവിലേക്ക് വരികയും ചെയ്തു. ഈ കാണുന്ന സാധനമൊക്കെ പണ്ടുതൊട്ടേ അംബാസഡർ ഉണ്ടെന്ന് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സാധനം നിൽക്കുന്ന ഓർമ്മയുണ്ട്, ഒരു വടി പോലത്തെ ഒരു സാധനം നിൽക്കുന്നത്. അതുമൊക്കെ അന്നത്തെ കാലത്തൊരു പ്രധാന കാര്യമായിരുന്നു. കൂടാതെ ഇവിടുന്ന് ഏറ്റവും ബാക്കി വരെ നീളുന്ന ആൻറ്റിനയൊക്കെ ഉണ്ട്. വളച്ചു വെച്ചിരിക്കുന്ന ആൻറ്റിന എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമായിരുന്നു. അതൊക്കെ അന്നക്കാലത്തെ വാഹനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇവിടുത്തെ കട്ടുകളും ഗ്രീസുകളും ഒക്കെ രസകരമാണ്. ഞാൻ പറഞ്ഞല്ലോ, മോറിസ് മൈനറൊക്കെ രൂപകൽപ്പന ചെയ്ത മനുഷ്യൻ രൂപകൽപ്പന ചെയ്തുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലെല്ലാം ആ ഒരു മോറിസ് മൈനറിൻ്റെ ഒരു ചെറിയ കട്ട് ഉണ്ട് എന്നാണ് പറയേണ്ടത്. ഉരുണ്ട ഹെഡ് ലാമ്പ്, അത് വളരെ മനോഹരമാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, റൗണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഒന്ന് ബേസിൽ മാറ്റി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതാ സാമാന്യം വലിയ ടയർ. ഈ ടയറിൻ്റെ ഈ ഒരു വീൽ കപ്പ് എന്ന് പറയുന്നത് പിന്നെ അന്നും ഇന്നും വേറെ ഒരു വണ്ടിയിലും കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ളൊരു വീൽ കപ്പ് എന്ന് പറയുന്നത്. അത് അന്നത്തെ ഒരു പ്രധാന സാധനം മാത്രമല്ല, ഇതെപ്പോഴും ഉരുണ്ട് മുന്നിലങ്ങ് പോകും. അതായത് നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു കുഴിച്ചടി ഇത് തെറിച്ച് പോകുന്ന പരിപാടിയൊക്കെ സ്ഥിരമായിരുന്നു. ഇതേ വീൽ കപ്പ് പോയെന്ന് പറഞ്ഞ് പുറകെ ഓടിപ്പോയി പിടിച്ചുകൊണ്ട് വന്ന് ഫിറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ആ കാലത്തെ ഒരു സ്ഥിരം കളികളായിരുന്നു എന്നാണ് പറയേണ്ടത്. എന്തായാലും വലിയ വീൽ ട്രാവലൊന്നും ഇല്ലാത്ത വീൽ ആർച്ചാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ രസകരമായ ഡിസൈനാണ് എന്നാണ് പറയേണ്ടത്. സൈഡ് പ്രൊഫൈലിലും ഈ ഒരു രസകരമായ രൂപം നിങ്ങൾ മറ്റൊരു വാഹനത്തിലും കാണില്ല എന്ന് മാത്രമല്ല, ദാ ഇവിടെ കാണുന്നത് ഇത് ചെറുതായിട്ട് തുറക്കാവുന്ന പില്ലറിൻ്റെ അവിടെയുള്ള ഗ്ലാസ് പീസാണ്. ഇതെന്താണെന്ന് വെച്ചാൽ കാറ്റ് കയറാൻ വേണ്ടിയാണ്. ഇപ്പോഴും നമുക്ക് കാണാമല്ലോ, ചില ഓട്ടോറിക്ഷകളിലൊക്കെ ചൂടുകാലം വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ലോറികളിലൊക്കെ ഇങ്ങനെ സൈഡിലൊരു ഒരു കാർഡ്ബോർഡ് പീസ് മറ്റ് വയ്ക്കും, കാറ്റകത്തേക്ക് അടിച്ച് കയറാൻ വേണ്ടി, ഡ്രൈവർക്ക് കാറ്റ് കിട്ടാൻ. ഇത് പണ്ട് തൊട്ടേ എന്താ കണ്ടത് കമ്പനിയായിട്ട് തന്നെ ഫിറ്റ് ചെയ്യുന്നതാണ് എന്നാണ് പറയേണ്ടത്. ഇത് തുറന്ന് വെച്ച് ഓടിക്കുമ്പോൾ സൈഡിൽ നിന്ന് കാറ്റ് അടിച്ചകത്തേക്ക് വരുന്ന പരിപാടിയുണ്ട്. പക്ഷേ ഇത് AC ആണ് ഈ വാഹനം, അതുകൊണ്ട് ഇതിന് എൻ്റെ ആവശ്യമില്ല. അതുപോലെ ഇതുമൊക്കെ ഇത്തരത്തിലുള്ള ഈ റെയിൻ ഗാർഡൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന അംബാസഡറിലാണ്, അതൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ക്ലാസിക്കിൻ്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽ മാറിയത്. അതിന് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഞെക്കി തുറക്കുന്ന ഒരു ഡോർ ഹാൻഡിലായിരുന്നു. ഇപ്പോൾ അത് മാറ്റം വന്ന് ഇങ്ങനെയായിരുന്നു ക്ലാസിക്കിൻ്റെ ഭാഗം സമയം എത്തിയപ്പോഴേക്കും. എന്തായാലും സാമാന്യം ഭേദപ്പെട്ട ഗ്ലാസ് ഏരിയ, മുന്നിലും പിന്നിലും ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ്സുകൾ, അത്തരം കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. നമുക്ക് ഏതായാലും ബൂട്ടൂടെ തുറന്ന് കാണണമല്ലോ. കീ എൻ്റെ കയ്യിലില്ലേ? കീ എൻ്റെ കയ്യിലുണ്ട്. ഉണ്ട്. ഓക്കെ. പിന്നെ പിന്നിലേക്ക് വരുമ്പോൾ ഞാനീ പറഞ്ഞ ഈ ടെയിൽ ഫിൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രസകരമായ ഡിസൈനാണ് പിൻഭാഗത്തേക്ക് വരുമ്പോൾ. ഏറ്റവും രസകരം ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടെയിൽ ലാമ്പാണ്. അതും ഒരു കാലത്തും മാറ്റമൊന്നും അംബാസഡർ സംഭവിച്ചിട്ടില്ല. പിന്നിലും മെറ്റൽ ബമ്പറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ അംബാസഡർ ഡീസൽ എന്നുള്ള ബാഡ്ജിങ് ആണ് കാണുന്നത്. ഇവിടെ 1800 ISZ എന്ന് പറയുന്നത് ഇസുസു എന്നാണ്. അതുപോലെ ഈ കാണുന്ന ബൂട്ട് തുറക്കാനുള്ള ഇങ്ങനെയുള്ളൊരു വടിയും ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. അതുമൊക്കെ അംബാസഡറിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ തിരിക്കുന്നു, എന്നിട്ട് ഉയർത്തുന്നു. എന്ത് സ്പേസാണെന്ന് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജ് ഇത്രയും തുറന്ന് വയ്ക്കാവുന്ന വേറെ ഏതെങ്കിലും ഒരു ബൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഫ്രിഡ്ജ് വെക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും പഴയ മെക്കാനിസം ആണെങ്കിൽ പോലും നമ്മളൊന്നും തൊടണ്ട. ഞാനത് തുറന്നപ്പോൾ തന്നെ അത് കൃത്യമായി ലോക്കായി അവിടെ അങ്ങ് ഇരുന്നു. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്തായാലും ഇത്രയും സ്പേസ് എന്ന് പറയുന്നത് മറ്റൊരു വാഹനത്തിലുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഴിയാണ്. ആ കുഴിക്കകത്താണ് ഇവിടെ ടയർ ഇരിക്കുന്നത് കാണാമെന്ന് കരുതുന്നു. ഇവിടെയൊക്കെ ഒരു അല്പം ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. ബേസിൽ ഇപ്പോൾ വാങ്ങിച്ചിട്ട് അധികാലം ആയിട്ടില്ല, അതുകൊണ്ട് ഇതെല്ലാം റെഡിയാക്കി കൊണ്ട് വരുന്നതേ ഉള്ളൂ. എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിലും ബൂട്ടിൻ്റെ കാര്യത്തിലും ഇപ്പോഴത്തെ വാഹനങ്ങളെപ്പോലും അസൂയപ്പെടുത്തും അംബാസഡർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പറയേണ്ട ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യമാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 152 മില്ലിമീറ്ററാണ്. നിങ്ങൾ ഇപ്പോഴത്തെ കാലത്തെ ഇന്ത്യയിലെ എക്സ്പ്രസ് റോഡുകൾ വെച്ചൊന്നും കണക്കാക്കരുത്. പണ്ടത്തെ റോഡുകൾ എങ്ങനെയായിരിക്കും അറിയാമല്ലോ. അധികവും ഇന്ത്യയിലുണ്ടായിരുന്ന മൺവഴികളായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം രാജാവായിരുന്നത്. ആ കാലത്ത് 152 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്
ഏറ്റവും ആവശ്യമുള്ള അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരുന്നു. ഒരിക്കലും അംബാസഡറിൻ്റെ അടിതട്ടി എന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ല, ചരിത്രത്തിൽ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. ആ തരത്തിൽ ഇദ്ദേഹം അങ്ങ് ഓടിക്കോളും, ആ തരത്തിൽ സസ്പെൻഷനും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും 152 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇൻറ്റീരിയറിൽ 2400-ലധികം മില്ലിമീറ്റർ വീൽ ബേസ്, ഈ വലിപ്പം, ഹൈറ്റ്, ഫ്രിഡ്ജ് കയറ്റാവുന്ന ബൂട്ട്, ഇതൊക്കെ പോലെ ഒരു വാഹനത്തെ സംബന്ധിച്ച് എല്ലാവരും ഇഷ്ടപ്പെടാൻ. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ വർഷങ്ങളോളം നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത്. 18 ലക്ഷം അംബാസഡറുകൾ വാങ്ങിച്ച് കൂട്ടിയതും. അപ്പോൾ ഇനി ഇൻറ്റീരിയറിലേക്ക് കയറാം. ഇൻറ്റീരിയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നീണ്ട സീറ്റ്, അതായത് കാമുകന്മാർക്ക് വേണമെങ്കിൽ കെട്ടിപ്പിടിച്ചിരുന്നുകൊണ്ട് വാഹനം ഓടിക്കാവുന്ന സൗകര്യം അന്നുമില്ല. അതിനുശേഷം മറ്റൊരു വാഹനത്തിലില്ലാന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ 2 ബക്കറ്റ് സീറ്റുകളായതുകൊണ്ട് അത്തരത്തിലുള്ള കെട്ടിപ്പിടുത്തങ്ങളെല്ലാം ഇല്ലാതായിരിക്കുന്ന കാലഘട്ടത്തിൽ കാമുകന്മാർ ഇത് കണ്ടാൽ കൊതിക്കും, ഇതിൻ്റെ അത് സീറ്റ് കണ്ടാൽ. വരൂ, കമൺ ബോയ്സ്. അപ്പോൾ ഇതാണ് അംബാസഡറിൻ്റെ ഉൾപ്പം. ഞാൻ പറഞ്ഞില്ല, ഇതാ ഇവിടെ കെട്ടിപ്പിടിച്ചിരുന്നുകൊണ്ട് വാഹനം ഓടിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനെ അമ്മയെ കാണുമ്പോഴാണ് ഒഴിഞ്ഞു മാറി പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങിയിരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നും പറ്റില്ല, 2 ബക്കറ്റ് സീറ്റായി. തന്നെയല്ല, അംബാസഡറിന് അവസാന കാലമായപ്പോഴത്തേക്കും ബക്കറ്റ് സീറ്റ് ഓപ്ഷണലായിട്ട് വന്നിരുന്നു. അതുകൊണ്ട് ആ കാലം ഏതാണ്ട് 2000 കഴിഞ്ഞപ്പോൾ തന്നെ അതങ്ങ് അവസാനിക്കുകയാണ്. ഇത് നീണ്ട സീറ്റിൻ്റെ കാലം. ഞാനീ പറഞ്ഞ പോലെ ഇതാ ഇതിപ്പോൾ ഫ്ലോർ ഗിയറാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഹാൻഡ് ഗിയർ ആയിരുന്നു, രസമായിരുന്നു. അത് നെഞ്ചോട് ചേർത്ത് ഗിയർ ഇടുന്നതിൻ്റെ ഒരു രസമുണ്ടായിരുന്നു. വാഹനം നമ്മുടെ ഹൃദയത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നൊരു കാലമായിരുന്നു എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഈ വാഹനത്തിൽ അഡീഷണലായിട്ട് വന്നിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ഈ ബ്ലോ പങ്കിൻ്റെ സിസ്റ്റമാണ്. ഇവിടെ പക്ഷേ ഒരു ഒഴിഞ്ഞ സ്പേസ് മാത്രമാണ് ഉണ്ടാവുക. അതിന് പകരം ഇവിടെ ഇപ്പോൾ സിസ്റ്റം വന്നു. അതുപോലെ ഇവിടെ AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ ഒഴിച്ചാൽ മറ്റൊരു കാര്യം നിങ്ങൾ ഈ വാഹനത്തിൽ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. സീറ്റ് ഒറിജിനലാണ്. 2001 വാങ്ങിച്ച, അതായത് 23 വർഷം പഴക്കമുള്ള സീറ്റാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതേപടി ഇരിക്കുന്നു. അതുപോലെ ഫ്ലോർ മാറ്റ് കണ്ടോ, അതും ഈ 23 വർഷം പഴക്കമുള്ളതാണ്. ഡോർ പാഡ് നോക്ക്, ഡോർ പാഡ് ഒറിജിനൽ ഡോർ പാഡാണ്. ഇത്തരം എല്ലാ കാര്യങ്ങളും ഒറിജിനലായിട്ട് ബേസിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യകാലത്ത് വാങ്ങിച്ച നമ്മുടെ പമേല മാഡത്തിനോടും ആൾക്കാർ നന്ദി പറയണം, ഒരു മാറ്റവും വരുത്താതിരുന്നതിന്. സ്റ്റിയറിംഗ് എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ, എത്ര വലുതാണെന്ന് കണ്ടോ. ഈ വാഹനത്തിൻ്റെ വലുപ്പത്തിനും അതുപോലെ എന്താ പറയുക മറ്റ് മെക്കാനിക്കൽ ഭാഗങ്ങൾക്കൊക്കെ ചേർന്ന രീതിയിലുള്ള വലിയ സ്റ്റിയറിംഗാണ് കൊടുക്കുന്നത്. ഈ 2 സ്പോക്ക് എന്ന് പറയുന്ന അവസാന കാലത്തേക്കൊക്കെ വന്ന വാഹനങ്ങളിലാണ്. അതിന് മുമ്പ് 3 സ്പോക്കും 4 സ്പോക്കും ഒക്കെ ഉണ്ടായിരുന്നു അംബാസഡറിന്. ഡാഷ്ബോർഡൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ വളരെ ആധുനികമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം AC വെൻറ്റുകളും അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്ന വാഹനങ്ങളുള്ളത് തന്നെയാണ്. പക്ഷേ അത് ഏറ്റവും പുതിയ ക്ലാസിക്കിലേക്കൊക്കെ എത്തിയപ്പോഴാണ്. അതിന് മുമ്പ് ഒത്തിരി മാറ്റങ്ങളുണ്ടായിരുന്നു. വളരെ ചെറിയ ഒരു ഗ്ലോ ബോക്സാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് കണ്ടോ, ഇവിടെ നല്ല ഉയർന്നു നിൽക്കുന്ന തൈ സപ്പോർട്ട്. അംബാസഡറിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ ഗംഭീരമായൊരു സംഭവമായിരുന്നു, അതിൽ സംശയമില്ല. അതിൻ്റെ കാരണം ഈ ഇത്തരത്തിലുള്ള സീറ്റിൻ്റെ കംഫർട്ടും ഒക്കെയാണ്. തീർച്ചയായിട്ടും അതൊരു സുഖമുള്ള കാര്യം തന്നെയായിരുന്നു. പിന്നെ മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ കാര്യമായ ഒരു ലെഗ് സ്പേസ് എന്ന് പറയാനില്ല. കാരണം ഈ സീറ്റിന് അനക്കാനൊന്നും പറ്റില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം എന്നല്ലാതെ വളരെ നീളമൊക്കെ ഉള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയിരുന്നിരിക്കാം. പക്ഷേ കാലം തട്ടാത്ത രീതിയിൽ സ്റ്റിയറിംഗ് അല്പം മുകളിലേക്കാണ് ഇരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. അതുപോലെ ഗിയർ ലിവർ ബസ്സിൻ്റെയൊക്കെ പറയണ്ട വളഞ്ഞിങ്ങനെ നിൽക്കുന്നത് ശരിക്കും ബസ് ഓടിക്കുന്ന ഒരു അനുഭൂതിയാണ് ഇത് തരുന്നതെന്നുള്ളത് സംശയമില്ല. ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ക്വാർട്ടർ ഗ്ലാസ്, ഇതിങ്ങനെ അങ്ങോട്ട് തുറന്ന് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ കാറ്റ് സൈഡിൽ കൂടെ അങ്ങനെ അടിച്ച് കയറും. അതും എനിക്ക് തോന്നുന്നു അങ്ങനെ പൊതുവെ മറ്റു വാഹനങ്ങളിൽ കാണാത്ത ഒരു കാര്യമാണ്. അതും ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാലത്തും ഇതിൽ പവർ വിൻഡോ ഒന്നും വന്നിരുന്നില്ല. നമ്മൾ തിരിച്ച് തന്നെ വേണം വിൻഡോ തുറക്കാൻ എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു രീതി. അത് തന്നെയാണ് ഇത് കാണുന്നത്. എന്നാൽ ഇങ്ങനെ കൈയും വെച്ച് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു ഫാഷനായിരുന്നു എന്നാണ് പറയേണ്ടത്. വലിയ ഗമയായിരുന്നു കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഓടിച്ചു പോകുക എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ നൊക്ലാജിയ വരുന്നുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ ആക്സിലേറ്റർ പെഡലെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പെഡലുകളെല്ലാം മുകളിൽ നിന്ന് താഴേക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് താഴെ നിന്ന് മുകളിലേക്കാണ് കണ്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് സുഖം, ഇത് കാലിങ്ങനെ നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ പ്രത്യേകത.
വളരെ ബേസിക് ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. അതാ ഇവിടെ സ്പീഡോമീറ്റർ, ഈ ഭാഗത്ത് ടെമ്പറേച്ചർ ഗേജ്, താഴെയായിട്ട് ഫ്യൂൽ ഗേജ്, നടുവിലായിട്ട് ബാറ്ററിയുടെ വാണിംഗ് പോലുള്ള കാര്യങ്ങൾ. ഇതല്ലാതെ ഒരു സാധനങ്ങളുമില്ല. അല്പം ഉയർന്നു നിൽക്കുന്ന രീതിയിലുള്ള ഒരു മീറ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ടാണ് വൈപ്പറിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇൻഡിക്കേറ്റർ സ്വിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. വേറെ വലിയ കാര്യമായ സ്വിച്ചുകളൊന്നും കാണാനില്ല എന്നറിയാമല്ലോ, കാരണം അത്രയ്ക്കൊന്നുമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇവിടെ ഹോൺ കൊടുത്തിരിക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും സ്റ്റിയറിങ്ങിൻ്റെ ഒരു 2 സ്പോക്ക് രീതി രസകരമായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്തെ പോലെ എന്താ പറയുക, കപ്പ് ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ഡോർ പാഡിൽ എന്തെങ്കിലും ബോട്ടിൽ വെക്കാനുള്ള സ്ഥലം, അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ശൂന്യതയാണ് നമുക്ക് ആ കാര്യങ്ങളിൽ പറയാനുള്ളത്. ഡോർ ഹാൻഡിലൊക്കെ കുറച്ചൊക്കെ ആധുനികമായിട്ട് മാറിയിരുന്നു. ക്ലാസിക്കിൻ്റെ കാലം എത്തിയപ്പോഴേക്കും എന്നേ പറയാനുള്ളൂ, മറ്റ് സംഭവങ്ങളൊന്നും പറയാനില്ല. എന്തായാലും നമുക്കിനി പിൻഭാഗത്തൊന്ന് ഇരുന്ന് നോക്കാം. കാരണം അന്നത്തെ കാലത്തൊക്കെ എല്ലാ മുതലാളിമാരും പിൻഭാഗത്താണ് യാത്ര ചെയ്യുന്നത്. അംബാസഡറിൻ്റെ പിന്നിലിരിക്കുന്നതിൻ്റെ സുഖം വേറെ ഒരു വാർത്തയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് കൃത്യമായിട്ട് ശരിയാണ്. കാരണം പിൻഭാഗം ഇരുന്നു അത്ര സുഖമായിരുന്നു. കാരണം ഓടിക്കുന്നതിനാണല്ലോ ബാക്കി ജനങ്ങൾക്ക് അനുഭവിക്കുന്നത്. പിൻഭാഗത്തിരിക്കുന്ന ആളൊന്നും അറിയുന്നില്ല. ഓടിക്കുന്നയാൾ കഷ്ടപ്പെട്ടൊക്കെ ഓടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. എങ്കിലും പിൻഭാഗത്തൊന്ന് ഇരുന്ന് ഒരല്പം മുതലാളിയായിട്ടൊന്ന് ഇരുന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമ്മളങ്ങനെ ഹഗ് ചെയ്തിരുത്തുന്ന പോലത്തെ ഒരു സീറ്റാണ് ഇതിലുള്ളത്. അതിൻ്റെ ഒരു സുഖം തീർച്ചയായിട്ടും ഉണ്ട്. ഇതിലങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര വിസിബിലിറ്റിയാണ്. മുൻഭാഗത്തൊക്കെ വിശാലമായിട്ട് നമുക്ക് കാണാം. ഇവിടെ നടുവിൽ ഇങ്ങനെ ഹെഡ് റെസ്റ്റ് ഉയർന്നു നിൽക്കുമ്പോഴാണല്ലോ പിൻഭാഗത്തിരിക്കുന്നവർക്ക് എപ്പോഴും ഒരു പ്രശ്നം അനുഭവപ്പെടും. ഇതൊന്നുമില്ല, വളരെ വിശാലമായിട്ട് കാഴ്ചകളൊക്കെ കണ്ടുപോകാം. പിന്നെ തൈ സപ്പോർട്ട് എന്ന് പറയുന്നത് അന്നും ഇന്നും ഈ വാഹനത്തെ തോൽപ്പിക്കാൻ മറ്റൊരു വാഹനമില്ല. അത്രയും സുഖമാണ്. കാലൊക്കെ അങ്ങനെ ചേർത്ത് വെച്ച് അങ്ങനെ അങ്ങ് ഇരുന്ന് പോയാൽ നല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ പിൻഭാഗത്ത് ഇത്രയും സുഖം വേറെ ഒരു വണ്ടിക്കും ഇല്ല എന്ന് പറഞ്ഞു പോകും എന്നുള്ള സംശയമില്ല. എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കാനല്ല ഇരിക്കാൻ സാധിക്കും. ആ ഒരു സുഖമായിരുന്നു ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്തെ ജനപ്രിയമാക്കിയിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിൻഭാഗത്ത് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറയാനില്ല. ഈ കാണുന്ന ഈ ഒരു ആംറസ്റ്റ് പോലും എനിക്കിപ്പം നൊക്ലാജിയെ ഉണർത്തുന്നുണ്ട്. കാരണം ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ കൊടുക്കാറുള്ളത്. സുഖമായിട്ട് കൈയൊക്കെ വെച്ചങ്ങനെ ഇരിക്കാം. അതുപോലെ ക്ലാസിക് എത്തിയപ്പോഴേക്കും ഇവിടെ ഒരു ആംറസ്റ്റ് ഉണ്ട്. അത് അല്പം താഴ്ന്നാണ് ഇരിക്കുന്നത്. വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനൊരു കാര്യവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സൊക്കെ പതിവ് പോലെ തന്നെ ഇതാ ഇതൊക്കെ ഇത്തിരി കട്ടിയൊക്കെ ആയിട്ടുണ്ട്. പ്രായാധിക്യത്തിൻ്റെ വേദനകളാണ്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ പറയാനുള്ളൂ. പിൻഭാഗത്തും കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാവുന്ന ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. ഇവിടെയും ഡോർ പാഡിലൊന്നും ഒരു കാര്യങ്ങളുമില്ല. ഒരു സാധനം സൂക്ഷിക്കാനും പറ്റില്ല. പിന്നെ ആകെ ഇതിൻ്റെ അകത്തൊരു ലൈറ്റ് ഉള്ളത് മേൽഭാഗത്ത് കാണുന്ന ഈ ഒരു ലൈറ്റാണ്. മുൻഭാഗത്ത് ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതും ഇപ്പോഴത്തെ വാഹനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തതയായിട്ട് പറയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമുക്കിനി ബേസിലിനെ ഒന്ന് കാണാം. ബേസിൽ എങ്ങനെയാണ് ഈ വാഹനം വാങ്ങിച്ചത്, എത്രത്തോളം അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്, എവിടെ നിന്ന് വാങ്ങിച്ചു, അത്തരം കാര്യങ്ങളെല്ലാം ചോദിക്കാനായിട്ട് നമുക്കിനി ബേസിലിനെ വിളിക്കും. ഇവിടെ എവിടെയോ അദ്ദേഹം ഇപ്പോൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ബേസിൽ. നമസ്കാരം ബേസിൽ. നമസ്കാരം ചേട്ടാ. ബേസിൽ പുത്തൻകുരിശാണ് അല്ലേ? പുത്തൻകുരിശാണ് സ്ഥലം. എന്താ ചെയ്യുന്നത്? ബിസിനസ്സാണ്, ഫാമിലി ബിസിനസ്സാണ്, കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. ശരി, ഓക്കെ. അപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് ആകുമ്പോഴത്തേക്കും മറ്റ് ധാരാളം കൺസ്ട്രക്ഷൻ വണ്ടികൾ കാണും അല്ലേ? കൺസ്ട്രക്ഷൻ വണ്ടികളുണ്ട്, JCB, ടിപ്പർ എല്ലാം ഉണ്ട്. എന്നാൽ ഒരു ചോദിച്ചോട്ടെ, ടിപ്പറുകാർ എന്തിനാ മനുഷ്യനെ കൊല്ലുന്ന രീതിയിൽ വണ്ടി ഓടിക്കുന്നത്? ടിപ്പറുകാർ അത് ഞാനും അവരോട് ചോദിക്കാറുണ്ട്. ടിപ്പറുകാർ ശരിക്കും നല്ലവരുണ്ട്, പക്ഷേ ഇവർക്ക് മിക്കവാറും ഈ ട്രിപ്പിനൊക്കെ അനുസരിച്ചായിരിക്കും ബാറ്റ. ഒരു 5 ട്രിപ്പ് 6 ട്രിപ്പ് അല്ലെങ്കിൽ 4 ട്രിപ്പ് വെക്കുമ്പോൾ പിന്നെ ഈ സ്കൂൾ ടൈമൊക്കെ വരുമ്പോൾ ഇവർ ഓടിക്കാൻ പറ്റാത്ത ഒരു നിയമമൊക്കെ വന്നല്ലോ. അപ്പോൾ ഇവർ മാക്സിമം ഒരു സ്പീഡ് കൂട്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ടിപ്പറുകളെന്നൊക്കെ പറഞ്ഞാൽ നല്ല ചവിട്ടിയ കയറുന്ന പവർ സ്റ്റിയറിംഗ് ആണ്, AC വണ്ടികളാണ്, ക്യാബിനെല്ലാം AC ആണ്, ഓടിക്കാൻ നല്ല സുഖമാണ്. ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട് സൂക്ഷിച്ചൊക്കെ പോവുക, പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ ഓണർ എന്നുള്ള അല്ലെങ്കിൽ ഒരു പരിഗണന തീർച്ചയായിട്ടും. കാരണം ഞാൻ റോട്ടിലൂടെ കാറും കൊണ്ട് പോകുമ്പോൾ ടിപ്പറുകാർ വരുന്ന കാണുമ്പോൾ തന്നെ ഞാൻ പിടിച്ചു പോകാറുണ്ട്. നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇവരോട് പറയുന്നത്.
തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബോധവൽക്കരണം കൂടി ഈ കൂടെ നടക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസുസുവിൻ്റെ 2000cc ഡീസൽ എഞ്ചിൻ. എനിക്കൊരു സംശയം, ഞാൻ വീഡിയോയിൽ നേരത്തെ 1.8 എന്ന് പറഞ്ഞുള്ളൂ, അത് പെട്രോൾ എഞ്ചിനാണല്ലോ അല്ലേ? 1.8. ഇത് 50 bhp 2000cc. ഇതിൻ്റെ ടർബോ ഡീസൽ എഞ്ചിൻ മോഡൽ വരുമ്പോൾ അതിൽ 75 bhp. അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ 88 bhp വരും. അത് കോണ്ടസയിലേക്ക് ഫിറ്റ് ചെയ്തപ്പോൾ ആ ഒരു മാറ്റം വന്നിരുന്നു. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, പിൻഭാഗത്ത് നമ്മൾ ബൂട്ട് തുറന്നപ്പോൾ പറഞ്ഞല്ലോ, അങ്ങനെ ഉയർത്തി വെച്ചാൽ ഈ സാധാരണ മെക്കാനിസം അതിനെ അങ്ങ് താങ്ങി നിർത്തിക്കൊള്ളും, നമ്മളൊന്നും തൊടണം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ബോണറ്റ് വന്നപ്പോൾ നമ്മൾ തൊടാതെ അതങ്ങ് വന്നിരുന്നു. ഇവിടുത്തെ ഈ ഒരു ലോക്ക് അവിടെ അങ്ങ് വീണു. ഇത് തീർച്ചയായിട്ടും പുതിയ വാഹന നിർമ്മാതാക്കൾക്കും പരീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ് അല്ലേ? വളരെ ഈസിയാണ്, അതുകൊണ്ട് നമുക്ക് തുറന്നു വയ്ക്കാൻ. ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഈ വണ്ടി വാങ്ങിച്ചത്? അല്ല, ഈ ഷേപ്പ് ഈ ലൈറ്റ് എല്ലാം ഞാൻ വെച്ചതാണ്. ഈ ലൈറ്റ് ഇതിപ്പോ ക്ലാസിക് മോഡലാണ് വരുന്നത്. ക്ലാസിക് മോഡലിന് ഇവിടെ ഒരു യെല്ലോ റൗണ്ട് ലൈറ്റാണ് വരുന്നത്. ഞാനപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് ഇത് Mark 4 അല്ലെങ്കിൽ നോവ ടൈപ്പിൽ വന്നുകൊണ്ട ലൈറ്റാണ്. പിന്നെ ഈ താഴെ ഇൻഡിക്കേറ്റർ വരുന്ന ആ മോഡലുകളാണ്. അപ്പോൾ അത് ഞാൻ വെച്ചു. എനിക്ക് ഇപ്പോൾ ഗ്രില്ലും റീപ്ലേസ് ചെയ്യണമെന്നുണ്ട്. Mark 4ന്റെ ഗ്രില്ലാക്കണം. Mark 4 ഗ്രില്ല് എന്താ മാറ്റം വന്നത്? അതിപ്പോൾ കുറച്ചുകൂടെ ഒരു സ്ക്വയർ ടൈപ്പാണ്, ഇങ്ങനെ ലീനിയർ അല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ സെന്ററിൽ ഒരു എച്ച് സിമ്പിളും, ഇതിപ്പോ ഞാൻ എടുത്തിട്ട് ഇപ്പൊ ഒരു 4 മാസം അടുത്തായി. ഏകദേശം ഒരു 2500-3000 കിലോമീറ്റർ ഞാൻ ഡെയിലി ഡ്രൈവറാണ് വണ്ടി. ഞാനിപ്പോൾ എവിടെ പോകാനായിട്ടും വണ്ടി എടുക്കുന്ന ഇതാണ്. ഫാമിലി ആയിട്ട് ഇപ്പോൾ ആലപ്പുഴ പോയി, അങ്കമാലി, തൊടുപുഴ, ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് കല്ലൂർ പള്ളിയിൽ ഫാമിലി ആയിട്ട് പോയി. എല്ലാവരും ഹാപ്പിയാണ്, പക്ക റിലയബിൾ ആണ് ബൈജു ചേട്ടാ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വണ്ടിയുടെ കാര്യത്തിൽ. അതെ, ഒരുപാട് പേര് കുറ്റങ്ങളും കുറവുകളും ധാരാളം വണ്ടിയിലുണ്ട്, പ്രത്യേകിച്ചും ബോഡി ഭാഗത്ത് തുരുമ്പും കാര്യങ്ങളും, പിന്നെ മഴക്കാലത്ത് അകത്ത് വെള്ളം ഇറങ്ങുന്ന സീനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കിത് ഞാനിപ്പോൾ 2018 മുതൽ 2024 വരെ ഏകദേശം ഇതെൻ്റെ 7ാമത്തെ അംബാസഡറാണിത്. 7ാമത്തെ അംബാസഡർ, അതായത് Mark 1, Mark 2, Mark 3, Mark 4, പിന്നെ ക്ലാസിക് വേറെ ഒന്നുണ്ടാകും. എല്ലാം എടുത്തിട്ട് ഈ 6 വർഷം ഞാൻ വണ്ടി ഉപയോഗിച്ചിട്ട് ഒരു വണ്ടി പോലും എന്നെ വഴിക്കെടുത്തി അംബാസഡർ. ആ ഒരു വിശ്വാസം എനിക്ക് അംബാസഡറിലുണ്ട്. പിന്നെ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ടൈമിംഗ് ബെൽറ്റ് എല്ലാം മാറി, പിന്നെ കുറച്ച് ബുഷൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നു, ഓയിൽ സീൽ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നു, അതെല്ലാം മാറി. പിന്നെ AC സെക്കൻഡ് കിറ്റ് കയറ്റി. കാരണം AC ഇല്ലാണ്ട് ആ സമയത്ത് ഞാൻ ഒരു മാർച്ചൊക്കെ എടുത്തു, നല്ല ചൂടാണ്. AC കൂടെ കയറ്റി കഴിഞ്ഞാൽ വേറെ നല്ല സുഖമായി വണ്ടി. അപ്പോൾ AC കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും പെർഫോമൻസിൽ കാര്യമായ വ്യത്യാസം വരില്ല. ടർബോ അല്ല, ആ എഞ്ചിൻ ആയതുകൊണ്ട് പക്ഷെ കുറച്ച് പുള്ളിങ് വ്യത്യാസം വരും. പക്ഷെ എന്നാലും നമ്മളെ വണ്ടിനെ വലിയ ബാധിക്കുന്ന രീതിയിലുള്ളൊരു ഇത് വന്നിട്ടില്ല. ഇത് എത്രാമത്തെ ഓണർ? ഇതിപ്പോ ഞാൻ സെക്കൻഡ് ഓണറാണ്. ഈ പമേല എന്ന് പറഞ്ഞ OEന്റെ ഉടമയ്ക്ക് ശേഷം രണ്ടാമത്തെ ആളാണ്. 23 വർഷത്തിന് ശേഷം രണ്ടാമത്തെ ആൾ വന്നത് അല്ലേ? അപ്പൊ ഇത്രയും കാലം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, അവർ ഉപയോഗിച്ചത് അത്യാവശ്യം വണ്ടി അങ്ങനെ അലഞ്ഞു ഓടിയ ഒരു വണ്ടിയല്ല. ഓടിയിട്ടുണ്ടോ എനിക്ക് ഒന്നിന്റെ മേളിൽ വണ്ടി ഓടിയിട്ടുണ്ട്. കാരണം 5000 സ്പീഡോമീറ്റർ കാണിച്ചത്. അപ്പൊ കറങ്ങി വന്ന് 1.5 ആയതായിരിക്കും. പക്ഷെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. കാരണം ഇപ്പോഴും ആ ഷോക്കിലെ ആ ഹിസ്സിങ് സൗണ്ട് കേൾക്കാം നമുക്ക്. അതെ. അപ്പോൾ അതെല്ലാം അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് കേബിളുകളെല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ പണിയേണ്ട, അങ്ങനെ മൊത്തം മുടക്കേണ്ട രീതിയിട്ടൊന്നും വണ്ടി വന്നിട്ടില്ല. ഇല്ല. അപ്പോൾ ഇത്രയും കാലം ഉപയോഗിച്ച അംബാസഡറുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഇത് എനിക്കൊരു 10 വർഷം ഉപയോഗിച്ചൊരു വണ്ടിയുടെ ഒരു ആത്മബന്ധമാണ് ഈ വണ്ടി. അതെനിക്ക് തോന്നുന്നു ഇത്രയും പക്ക കണ്ടീഷനിൽ കിട്ടിയത് കൊണ്ടും അല്ലേ? അതെ. പിന്നെ ഒരു നമുക്കൊരു നമ്മൾ മനുഷ്യന്മാരോടായാലും വണ്ടികളോടായാലും ആ ഒരു അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ 10 വർഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലാൻസറാണ്. ഞാൻ പുതിയതെടുത്ത 2010. എനിക്ക് ആ വണ്ടീനേക്കാൾ ഒരു ആത്മബന്ധം ഈ വണ്ടിയോട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനിപ്പോൾ ഒരു 2.5 വയസ്സൊക്കെ ഉള്ളൂ. സാധാരണ ഇങ്ങനെ അവരെയൊക്കെ ഫാമിലിയായിട്ട് ഈ വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോൾ വഴിയിൽ വെച്ച് പെട്ടി വന്നാൽ പിള്ളേരും കൂടെ കൂടി. പക്ഷെ എനിക്ക് എന്തോ ധൈര്യമാണ് ഈ വണ്ടി കൊണ്ട് എല്ലാവരും കൊണ്ട് പോകാൻ. എന്നെ വഴിക്കെടുത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. അപ്പോൾ ഇതിൽ എടുത്തതിന് ശേഷം ഇത്ര മാറ്റങ്ങൾ, മെക്കാനിക്കൽ കാര്യങ്ങളൊന്നും മെക്കാനിക്കൽ ടൈമിംഗ് ബെൽറ്റ് എല്ലാം മാറി. കാരണം അത് മാറിയിട്ടുണ്ടോ നമുക്ക് ഉറപ്പില്ല. ആ റിസ്ക് എടുക്കാൻ പറ്റുമല്ലോ. ടൈമിംഗ് ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനൊക്കെ അഴിച്ച് ഹെഡൊക്കെ അഴിച്ച് പണിയുണ്ടോ, അങ്ങനത്തെ കുഴപ്പമില്ല. അതെല്ലാം ഞാൻ റിസ്ക് എടുക്കാൻ പറ്റാത്തതാണ്. അതെല്ലാം മാറി. ഓയിൽ ചേഞ്ച് ചെയ്തു. എങ്ങനെയുണ്ട് ഇതിന്റെ പാർട്സിന്റെ അവൈലബിലിറ്റി? പാർട്സ് എല്ലാം കിട്ടും, അവൈലബിൾ എല്ലാം കിട്ടും. പിന്നെ അങ്കമാലിൽ വർക്ക്ഷോപ്പ് ഉണ്ട്, റിൻസിയാണ്ട് വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ പുള്ളി മെയിനായിട്ട് അംബാസഡർ മാത്രം പണിയുന്നത്. മെയിനായിട്ട് ഈ പണിയുന്നവർ കുറവായതുകൊണ്ടാണ് പലരും അംബാസഡർ ഒഴിവാക്കി വിടുന്നത്. പിന്നെ കാര്യം ഇത് മറ്റേ ഓൺ ബോർഡ് കമ്പ്യൂട്ടർ കുത്തിയിട്ട് എന്താണ് പ്രശ്നം ഒന്നും അറിയാൻ പറ്റില്ല. ശബ്ദം കേട്ടും ഓടിച്ചു നോക്കി അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ, ഒന്നും അറിയില്ല. ഇപ്പൊ വീട്ടുകാരൊക്കെ സഞ്ചരിച്ച് കഴിയുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ ഈ വണ്ടിയുടെ? വീട്ടുകാർ സഞ്ചരിച്ച മെയിനായിട്ട് ഇതിന്റെ
യാത്രയാണ് അതായത് ബെഞ്ച് സീറ്റിലുള്ള ഇരിപ്പും പിന്നെ AC സൂപ്പർ കിങ്ങിൻ്റെ AC ആണ് ഞാൻ കയറ്റിയേക്കുന്നത്. സൂപ്പർ കിങ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അംബാസഡർ പെട്രോൾ വണ്ടി വന്നിരുന്നത് ആൾക്കാർ മാറ്റി മറ്റഡോർ എഞ്ചിൻ കയറ്റുമായിരുന്നു. മറ്റഡോർ എഞ്ചിൻ കയറ്റുമ്പോൾ അവർ കയറ്റുന്ന AC ആണ് സൂപ്പർ കിങ്ങിൻ്റെ AC. അത്രയും തണുപ്പുള്ള ഒരു AC ആണ്. അപ്പോൾ പിന്നെ ബാക്ക് സീറ്റിലായാലും വണ്ടി ഇരുന്ന് ഒന്നും അറിയണ്ട, ആ ഒരു ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ യാത്ര അതുപോലെ എനിക്ക് തോന്നുന്നു നല്ല ബാക്ക് സപ്പോർട്ടും തൈ സപ്പോർട്ടും ഉണ്ട്. അതാണ് നമ്മളങ്ങനെ കുഴിക്കാതെ ഇരുന്ന് പോകുന്നത്. നമുക്കൊരു സഞ്ചരിക്കുന്ന ഒരു വീട് പോലെ കാണാവുന്നത്. അപ്പൊ ഇനി ഇത് ദീർഘകാലം കൊണ്ടു നടക്കാനാണ് പരിപാടി? കൊണ്ടു നടക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. വേറെ ഏതൊക്കെ വണ്ടികളാണ് ഇപ്പൊ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്? വേറെ റാപ്പിഡ് ഉണ്ട്, സ്കോഡ റാപ്പിഡ് ഉണ്ട്, TSI പുതിയ വണ്ടിയാണ്, പിന്നെ സഫാരി ഉണ്ട്, ഫിയസ്റ്റ ഉണ്ട്, പിന്നെ ഒരു 89 മോഡൽ മാരുതി 800 ഉണ്ട്. സഫാരി ഉണ്ട്. സഫാരി ഇതുപോലെ നിസ്സാർ ഓടിയിട്ടുള്ള 65,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഏതാ ഡൈക്കോർ ആണോ? ഡൈക്കോർ 2.2. എനിക്ക് തോന്നുന്നത് ആ സഫാരിയുടെ ഒക്കെ ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഇത് അല്ലേ? അതെ. പിന്നെ നമുക്ക് ഈ ബ്ലോക്കിലൊക്കെ നമുക്ക് കൊണ്ടുവന്ന് ഇട്ടാലും ചുറ്റുമുറം വണ്ടി വന്നാലും നമുക്ക് നോക്കണ്ട, ഇവന് ഉരച്ചുകൊണ്ട് പോവാണെങ്കിൽ അവനാണ് നഷ്ടമുള്ളത്. അതൊരു കോൺഫിഡൻസ് ആണ് വണ്ടി. കാരണം നമ്മളിപ്പോൾ റാപ്പിഡ് ഞാൻ വണ്ടി എടുക്കാറില്ല. അപ്പം ഈ വണ്ടിയാണ് എനിക്ക് ഒരു ബൈക്കാരൻ വന്ന് വരച്ചുകൊണ്ട് പോയാലും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നോക്കിക്കൊണ്ടിരിക്കണം, നമ്മൾ ആ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ഗംഭീരം. അപ്പോൾ ഇനി തുടർന്ന് അംബാസഡറുകൾ നോക്കുന്നുണ്ടോ അതോ ഇല്ല, ഇതിൽ ഞാൻ സെറ്റാണ് പരിചയട്ടാ. എനിക്കിനി വേറെ ഒന്നും നോക്കാൻ താല്പര്യമില്ല. കാരണം ഒരുപാട് പേര് വണ്ടി കണ്ടിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദിച്ചു. അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്. അതായത് പുതിയ തലമുറയുടെ കൗതുകം എങ്ങനെയുണ്ട് അംബാസഡറിനോടുള്ളത്? പലർക്കും പുച്ഛമാണ്. അതെ, ഇത് വണ്ടി ഇപ്പം ഞാനൊരു ഈ കഴിഞ്ഞ ഞായറാഴ്ച മമ്മീനെ പള്ളിയിൽ വിളിക്കാൻ പോയപ്പോൾ ഒരു കുഞ്ഞു പയ്യൻ അവൻ മമ്മി കയറുന്നതിൻ്റെ പുറകിൽ വന്നിട്ട് ചോദിച്ചു, ഇത് ഏതാ ഈ കാറ്? ഇറ്റ്സ് ആൻ ഓൾഡ് കാർ. അവൻ പറഞ്ഞ ഭയങ്കര പുച്ഛം മാറി വന്നതാണ്. അമ്മ പറയും മിണ്ടാതിരിക്കുന്നു പറയുന്നത്. പിന്നെ ചിലവർ എനിക്ക് മെയിനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം പ്രായമായവർ, അതായത് ഈ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളവർ. കാരണം ഞങ്ങളുടെ ലോക്കൽ ആ വണ്ടി കുറവാണ്. ഞാൻ ഈ വണ്ടിയും കൊണ്ട് ചെല്ലുമ്പോൾ പലരും വിശേഷം ചോദിക്കാനായിട്ട് വരും. എന്നിട്ട് അവർ യൂസ് ചെയ്ത വണ്ടിയുടെ ഓർമ്മകളൊക്കെ എനിക്ക് ഇങ്ങനെ പങ്കുവെച്ചു. അതൊരു നല്ലൊരു അനുഭവമാണ്. വേറൊരു ഓർമ്മ ഇല്ലല്ലോ പഴയ ആൾക്കാർക്ക് ബന്ധപ്പെട്ട ഓർമ്മയല്ലാതെ എന്തോർമ്മയുള്ള ഒന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ എന്താ പറയുക കാര്യങ്ങൾ നടന്ന ഒരു വണ്ടി ഇതായിരിക്കും. പ്രസവമായാലും മരണമായാലും കല്യാണമായാലും അടിയന്തരമായാലും എല്ലാം ആദ്യമായിട്ട് ട്രാവൽ ചെയ്ത് ഡ്രൈവിംഗ് പഠിച്ചത് എല്ലാ സാധനം അംബാസഡർ ആയിരിക്കും. അതാണ് ഏകദേശം ഒരു 50 വയസ്സൊക്കെ എത്തിയവരുടെ കാര്യത്തിൽ ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് എന്താ പറയുക റീസ്റ്റോർ ഇതൊക്കെ കൊണ്ടു നടക്കുക, ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഷേപ്പുള്ള അംബാസഡർ ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടന്നതുകൊണ്ടും മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ ഫിറ്റ് ചെയ്ത് വൃത്തികേടാക്കാത്തത് കൊണ്ടുമാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ തുടരട്ടെ. അപ്പോൾ ഏതെങ്കിലും പുതിയതല്ല പഴയ വണ്ടി എടുക്കുമ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. സാധാരണ വീഡിയോകളിൽ നമ്മൾ അകത്തിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ വലിയ ശബ്ദമൊന്നും നിങ്ങൾ കേൾക്കാറില്ലായിരിക്കുമല്ലോ. പക്ഷേ ഇതങ്ങനല്ല, സാമാന്യ ശബ്ദമുണ്ട്. കാരണം ഇതിൻ്റെ അന്നത്തെ കാലത്തെ ഒരു NVH ലെവലുകൾ എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിരുന്നു. ഇപ്പോഴത്തെ വാഹനങ്ങളുടെ കാര്യത്തിൽ എൻജിൻ സൗണ്ടൊന്നും തീരെ ക്യാബിനിലേക്ക് വരില്ല. കാരണം അതുപോലെയുള്ള പാഡുകളൊക്കെയാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻജിൻ സൗണ്ട് എങ്ങനെയാണോ അത് അതേപടി അകത്തേക്ക് വരുന്നൊരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനുകളൊക്കെ നിർമ്മിക്കുന്ന ഇസുസുവിൻ്റെ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വേറൊരു കാര്യം. ആ കാലത്തൊക്കെ പ്രധാനമായിട്ട് ആളുകൾ ചെയ്തിരുന്നത് പെട്രോൾ എഞ്ചിനുള്ള അംബാസഡർ വാങ്ങിക്കുക, എന്നിട്ട് നേരെ കോയമ്പത്തൂർ കൊണ്ടുപോയി മെറ്റഡോറിൻ്റെ ഡീസൽ എഞ്ചിൻ കയറ്റുക. അതോടൊപ്പം തന്നെ കോയാസ് എന്ന് പറയുന്ന കമ്പനിയുണ്ട് അവിടെ, സീറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനി. അതിപ്പോഴും ശക്തമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ കോയാസിൻ്റെ സീറ്റ് കയറ്റുക. കോയാസ് എന്ന് പറയുന്ന കോയമ്പത്തൂരെ നല്ല ഗംഭീരമായിട്ട് സീറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. അതിപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ ഒന്നുകിൽ എക്സിസ്റ്റിംഗ് സീറ്റിൽ നല്ലപോലെ കുഷ്യനൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ബക്കറ്റ് സീറ്റ് ആക്കുക. ഇതായിരുന്നു പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അന്നൊക്കെ അംബാസഡർ സെക്കൻഡ് ഹാൻഡൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്നത് കോയാസിൻ്റെ സീറ്റുണ്ടോ എന്നായിരുന്നു. കോയാസിൻ്റെ സീറ്റുണ്ടെങ്കിൽ വില കൂടും. അതായിരുന്നു അന്നത്തെ ഒരു കാലം. എന്തായാലും ഇപ്പം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 2 ലിറ്റർ ഇസുസുവിൻ്റെ എഞ്ചിനോട് കൂടിയ വാഹനമാണ്. മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഒരിക്കലും അംബാസഡറിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഒന്നും വന്നിട്ടില്ല. ഇത് തന്നെ എങ്ങനെ വന്നെന്നുള്ളതാണ് അത്ഭുതം. അതുപോലെയായിരുന്നല്ലോ അന്നത്തെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ പലപ്പോഴും മാനേജ്മെൻറ്റ് ക്ലാസ്സുകളൊക്കെ പഠിക്കാറുണ്ട് നോക്കിയയുടെ പതനം എന്ന് പറയുന്നത്. അതായത് ഒരു കാലത്ത് ലോകത്തിലെ മൊബൈൽ ഫോണുകളുടെ വിപണിയെ നിയന്ത്രിച്ചിരുന്ന നോക്കിയ കാലത്തിനൊപ്പം വളരാത്തതുകൊണ്ട് എങ്ങനെ നിന്നുപോയി, അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ എങ്ങനെ അതിനെ ഓവർടേക്ക് ചെയ്ത് പോയി എന്നുള്ളത് പഠിപ്പിക്കാറുണ്ട്. അതുപോലെ പഠിപ്പിക്കേണ്ട ഒരു കേസാണ് അംബാസഡറിൻ്റെ കാര്യത്തിലും. അംബാസഡറിൻ്റെ കാര്യത്തിലെ R&D ഒക്കെ വളരെ മോശമായിരുന്നു. പിന്നെ ഒട്ടും മോഡേൺ അല്ലാത്ത കമ്പനിയായിരുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. അതുകൊണ്ടൊക്കെ
ഒരു കാലത്തും ആധുനികമായ കാര്യങ്ങളൊന്നും അംബാസഡർ കൊണ്ടുവന്നില്ല. അങ്ങനെയാണ് അംബാസഡർ നിന്നു പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും അംബാസഡർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതായിരുന്നു. കാരണം അംബാസഡറിനേക്കാളൊക്കെ എത്രയോ പഴക്കമുള്ള കമ്പനികൾ, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനേക്കാളൊക്കെ പഴക്കമുള്ള കമ്പനികൾ ഇപ്പോഴും ഗംഭീരമായ വാഹനങ്ങൾ നിർമ്മിച്ച് നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ കാലത്തിനൊപ്പം വളരാതെ നശിച്ചു പോയ കമ്പനി എന്ന് തന്നെയാണ് നമുക്ക് അംബാസഡറിനെ വിളിക്കേണ്ടത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം സത്യമാണ്, ഇത് ഓടിക്കാൻ രസമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, സീറ്റിൻ്റെ കുഷനിങ് തുടങ്ങിയ കാര്യങ്ങൾ ഗംഭീരമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. നമ്മളിപ്പോൾ ഓടിക്കുന്ന വാഹനത്തിന് പവർ സ്റ്റിയറിംഗ് പോലും ഇല്ലെങ്കിലും വലിയ തരക്കേടില്ലാത്ത രീതിയിലൊക്കെ ഞാൻ ഓടിച്ചു പോകുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഡ്രൈവിംഗ് പഠിച്ചത് ഇതിനേക്കാളും കുഴപ്പം പിടിച്ച പ്രീമിയർ പത്മിനിയിലായിരുന്നുകൊണ്ട് ഇതൊന്നും ഒരു സംഭവമേ അല്ല. ഇതിലും വലുത് ചാടിക്കിടന്നവനാണ് ഈ KK ബൈജു എന്നാണ് നമുക്ക് പറയേണ്ടത്. ആ തരത്തിലായിരുന്നു അന്നത്തെ നമ്മുടെ പ്രീമിയർ പത്മിനിയുടെയൊക്കെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വാഹനങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും പരാതിയുള്ള സേഫ്റ്റി അല്ലെങ്കിൽ വെയിറ്റ് ഇല്ല എന്നൊക്കെ ഉള്ളതാണല്ലോ. ഇത് പൂർണ്ണമായും എന്താണ് ഗംഭീരമായ ഇരുമ്പിൽ നിർമ്മിച്ച വാഹനമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ല വെയിറ്റാണ്. അതുപോലെ റോഡ് ഗ്രിപ്പ് അപാരമാണ്. പിന്നെ നമുക്ക് തന്നെ കോൺഫിഡൻസും ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെയാണ് അംബാസഡറിലെ വലിയ ആക്സിഡൻറ്റുകളിൽ പോലും ആൾക്കാർ മരിക്കാതെയൊക്കെ രക്ഷപ്പെടുമായിരുന്നു. ഇപ്പോഴത്തെ പല വണ്ടികളും ഇടിക്കുന്നതിന് മുമ്പ് ആൾക്കാർ മരിക്കുന്നതിൻ്റെ കാരണവും ഈ ബോഡി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഹൈ ടെൻസിൽ സ്റ്റീലൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമെങ്കിൽ പോലും അംബാസഡറിനോടൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള തകിടിൻ്റെ കട്ടി എന്നൊക്കെ നമ്മളിവിടെ കോട്ടയംകാർ പറയും, അത് ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി അംബാസഡറിൻ്റെ എഞ്ചിനുകളുടെ വന്ന വഴി നോക്കിയാൽ 1957 ആദ്യമായിട്ട് വരുമ്പോൾ 1489 cc എഞ്ചിനായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അത് ഓക്സ്ഫോർഡ് സീരീസ് 2 ഉണ്ടായിരുന്ന അതേ എഞ്ചിൻ തന്നെയാണ്. അത് ഒരു മാറ്റവുമില്ലാതെ ഇങ്ങോട്ട് തരികയായിരുന്നു. ഓസ്റ്റിൻ മോട്ടോഴ്സ് നിർമ്മിച്ച് നൽകിയ ആ ഒരു എഞ്ചിനായിരുന്നു അത്. അതിൻ്റെ വാൽവ് സൈഡിലായിരുന്നു മാറ്റി, ഓവർ ഹെഡ് വാൽവ് വന്നു. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ പിന്നീട് എഞ്ചിനിൽ സംഭവിച്ചുള്ളൂ. പിന്നീട് മാർക്ക് 4 ഒരു 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിൻ കൂടി സ്ഥാനം പിടിച്ചു. അതുപോലെ 1500 cc 1489 cc ഡീസൽ എഞ്ചിനും ആദ്യമായിട്ട് BMC ഡീസൽ എഞ്ചിനും ആദ്യമായിട്ട് സ്ഥാനം പിടിച്ചത് മാർക്ക് 4 അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡീസൽ എഞ്ചിനുള്ള വാഹനം. ആ ഒരു ബഹുമതി ഉള്ളത് ആ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. എന്നാലും 90-ൽ നോവ എന്ന മോഡൽ ലോഞ്ച് ചെയ്തപ്പോൾ 2 വേരിയൻസ് ഉണ്ടായിരുന്നു. ഒരു 55 bhp പെട്രോൾ എഞ്ചിനോട് കൂടിയ മോഡലും 37 bhp ഡീസൽ എഞ്ചിനോട് കൂടിയ മോഡലും. അതിനുശേഷമാണ് കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഡീസൽ എഞ്ചിൻ വേണമെന്നൊരു ആവശ്യം ഉയർന്നപ്പോഴേക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാസിക് എന്ന മോഡലിൽ ഡീസൽ 1.5 ലിറ്റർ ഡീസലിനോടൊപ്പം തന്നെ 1995 cc ഇസുസുവിൻ്റെ ഈ ഒരു എഞ്ചിൻ കൂടി ഘടിപ്പിച്ചത്. അത് 50 bhp ഉണ്ടായിരുന്നു, 75 bhp ടർബോ ഡീസൽ എഞ്ചിൻ മോഡലും ഉണ്ടായിരുന്നു. 1800 ISZ എന്ന് പിൻഭാഗത്ത് കാണുന്ന ബാഡ്ജിങ് എന്ന് പറയുന്ന ഈ 2 ലിറ്റർ എഞ്ചിനെയാണ് ദ്യോതിപ്പിക്കുന്നതെന്നാണ് പറയേണ്ടത്, അല്ലാതെ ഒരു 1.8 ലിറ്റർ എഞ്ചിനെ അല്ല. 1998 ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഞാൻ അന്നതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മാതൃഭൂമിയിൽ ടോപ്പ് ഗിയർ എന്ന കോളം ഒക്കെ എഴുതുന്ന കാലത്ത് അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെ വെച്ചാണ് ഈ ക്ലാസിക് എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിങ്ങോട് കൂടിയ മോഡൽ അവതരിപ്പിക്കപ്പെട്ടത്. അതുപോലെ CNG മോഡലും ആ ഒരു ഡൽഹി എക്സ്പോയിലാണ് ആദ്യമായിട്ട് ലോകം വെളിച്ചം കണ്ടതെന്നാണ് പറയേണ്ടത്. 2003 അംബാസഡർ ഗ്രാൻഡ് ലോഞ്ച് ചെയ്തു. അതിന് 137 പുതുമകൾ ഉണ്ടായിരുന്നു എന്നാണ് കമ്പനി അവകാശപ്പെട്ടത്. അതിൽ ബോഡി കളർഡ് ബമ്പേഴ്സും അതുപോലെ തന്നെ ഫാബ്രിക് സീറ്റുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നത്. അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നും വന്നില്ല. അതുപോലെ തന്നെ ഒരു നല്ല മ്യൂസിക് സിസ്റ്റം വന്നു. പിന്നെ ഒരു ഓപ്ഷണലായിട്ട് സൺറൂഫും ഈ ഒരു 2003 മോഡലിൽ കൊടുത്തിരുന്നു. പിന്നീടാണ് 2004 അവീഗോ എന്ന് പറയുന്ന മോഡൽ വന്നത്. അതിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഇൻറ്റീരിയറിലൊക്കെ സംഭവിച്ചു. അതിലൊരു 6 CD ചേഞ്ചർ വന്നു, കെൻവുഡിൻ്റെ ഓഡിയോ സിസ്റ്റം, പിന്നെ എയർ കണ്ടീഷനിങ് വന്നു, വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് വാങ്ങിക്കാവുന്ന അവസ്ഥ വന്നു. അതിനുശേഷമാണ് 2013 എൻകോർ എന്ന മോഡൽ വന്നത്. എൻകോർ എന്ന മോഡൽ വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ വാഹന മേഖല ആകെ മറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും ഒട്ടും വിജയമായില്ല, ആരും ശ്രദ്ധിച്ചു പോലുമില്ല. ഓസ്ട്രിയയിലെ മാഗ്ന സ്റ്റെയർ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ശരിക്കും പറഞ്ഞാൽ എൻകോർ എന്ന് പറയുന്ന മോഡൽ ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്. പക്ഷേ അതൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. കാരണം അതിനേക്കാളും ഗംഭീരമായ വാഹനങ്ങൾ ആ കാലത്തേക്കും വന്നിരുന്നു. പിന്നീട് എമിഷൻ നോംസ് ഒക്കെ മാറിയപ്പോഴത്തേക്കും അതൊന്നും മീറ്റ് ചെയ്യാൻ പറ്റാതെ അംബാസഡർ അങ്ങനെ അന്ത്യശ്വാസം വലിക്കുകയാണ് ചെയ്തത്. എങ്കിൽ പോലും അവസാന കാലത്ത് പോലും ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മോഡൽ നൈജീരിയയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു എന്നുള്ള മറ്റു കാര്യം. കാരണം നൈജീരിയ ഇന്ത്യക്കാളും മോശം അവസ്ഥയുള്ള രാജ്യമായതുകൊണ്ട് മാത്രമായിരിക്കാം കുറേയെങ്കിലും അക്സെപ്റ്റ് ചെയ്തത്. എങ്കിൽ പോലും വലിയ വിജയമൊന്നും അപ്പോഴും ആയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലം അംബാസഡറിൻ്റെ എസ്റ്റേറ്റ് എന്നൊരു മോഡലും വന്നിരുന്നു. അതും വലിയ വിജയമായില്ലെങ്കിലും ഇപ്പോഴും വല്ലപ്പോഴും ഒക്കെ അവിടെയൊക്കെ നമുക്കൊരു എസ്റ്റേറ്റ് മോഡൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പവർ സ്റ്റിയറിംഗ് ഒക്കെ വളരെ വൈകിയാണ് അംബാസഡറുകളിൽ വന്നത്. എങ്കിലും ഈ ഒരു മോഡൽ ഓടിക്കുമ്പോൾ അങ്ങനെ പവർ സ്റ്റിയറിംഗ് ഇല്ലായ്മ എന്നൊക്കെ തോന്നുന്ന വളരെ ചെറിയ സ്പീഡിൽ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല. അതുപോലെ തന്നെ സസ്പെൻഷൻ, ഇത്രയും വെയിറ്റുള്ള വാഹനമായതുകൊണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ഗംഭീര സസ്പെൻഷനുണ്ട്. ഇപ്പോൾ പോലും നേരത്തെ ബേസിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ആ ഒരു പുതിയ വാഹനങ്ങളുടെ പോലത്തെ ഒരു ചെറിയ ഒരു തട്ട് സൗണ്ടും ഒരു ഒതുക്കവും ഒക്കെ ഉണ്ട്. രസമുണ്ട് അത് ഓടിക്കാൻ. അത്തരം കാര്യങ്ങളും എല്ലാം അംബാസഡറിനെ മറ്റ് വാഹനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ
23 ഇയേഴ്സ്, അത്രയും പഴക്കമുള്ളൊരു വാഹനമാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു അനുഭവമാണ് അംബാസഡർ ഓടിക്കുക എന്ന് പറയുന്നത്. അംബാസഡറിൻ്റെ ഈ ഒരു വെയിറ്റും ഈ ഒരു കോൺഫിഡൻസും എല്ലാം നമുക്ക് രസകരമായൊരു അനുഭവം സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഓടിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഓടിച്ച് നോക്കുക. കാരണം ഇതിനേക്ക് എത്ര കാലം ഇനി അംബാസഡറൊക്കെ നമ്മുടെ ഇതുപോലെ ഓടിക്കാവുന്ന അവസ്ഥയിൽ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ ഒട്ടും ഉച്ചത്തോടുകൂടി കാണേണ്ട ഒരു വാഹനമല്ല ഇത്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഓടിച്ചു നടക്കുന്ന പുതിയ വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ ഇദ്ദേഹം വെറും പാവപ്പെട്ടവനാണ്. എങ്കിൽ പോലും ഇന്ത്യയുടെ റോഡുകളിൽ ഇത് മാത്രം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, ഇതല്ലാതെ ഓപ്ഷൻ ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം നമ്മൾ സന്തോഷത്തോടുകൂടി ഓടിച്ചു നടന്ന വാഹനമാണെന്നുള്ള കാര്യം പുതിയ തലമുറ മനസ്സിലാക്കണം. നേരത്തെ ബേസിൽ പറഞ്ഞല്ലോ, ഒരു കുട്ടി ഇത് കണ്ടിട്ട് ഇറ്റ്സ് ആൻ ഓൾഡ് കാർ എന്ന് പറഞ്ഞല്ലോ, അങ്ങനൊന്നും കരുതി പുച്ഛിച്ച് തള്ളരുത്. ഇദ്ദേഹമായിരുന്നു നമ്മുടെ മെയിൻ ഐറ്റം ഇന്ത്യൻ റോഡുകളിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എന്തായാലും നിങ്ങളുടെ എല്ലാം കുറേ നൊസ്റ്റാൾജിക് ഓർമ്മകൾ ഉണർന്നു കാണും എന്നുള്ള കാര്യം സംശയമില്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ ബൈ.